ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരും ഇല്ലാതെ പേടിയുണ്ടായി. ആരുമില്ല വീട്ടിൽ, ഞാനും ഇക്കായും മാത്രം. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളത് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക്, കാരണം കുഞ്ഞ് ഇങ്ങ് വന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കുട്ടി വരുന്ന സമയമാണെന്ന് മനസ്സിലാവുന്നില്ല. സിസ്റ്ററും എന്നെ നോക്കി ഒന്ന് ചെക്ക്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടാൻ കാരണം ഈ ഒരു ഫേസിലൂടെ കടന്നുപോയ ഒത്തിരി പേരുണ്ടാകും, അല്ലെങ്കിൽ ഇനി ഈ ഫേസ് കടക്കാനിരിക്കുന്ന ഒത്തിരി പേരുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ്, അവരൊറ്റയ്ക്കല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജും കൂടെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് പുറത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ ഈ പ്രഗ്നൻസിയും പോസ്റ്റ്മോർട്ടം ഒന്നും ആരുടെയും ഹെൽപ്പിലൊന്നുമല്ല ഞാൻ ഇത് കടന്നു പോയത്. എനിക്ക് പ്രസവ ശുശ്രൂഷ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പുറത്തുനിന്നും ഫാമിലിയും നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആരും ഇല്ലാതെ ഒരു പ്രഗ്നൻസി, അതായത് ഒരു പ്രഗ്നൻസി പോസ്റ്റ്മോർട്ടം, ഇതൊക്കെ ഒരു പാർട്ട്ണറിൻ്റെ മാത്രം സഹായത്തോടെ, അതായത് എൻ്റെ ഇക്കാടെ സഹായത്തോടെ മാത്രം ഞാനിങ്ങനെ നമ്മൾ രണ്ടുപേരും എന്താ പറയുക, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുവന്ന ഒരു ലൈഫ് ജേണിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇതിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേര് ചിലപ്പോൾ ഉണ്ടാകും. നമ്മൾ എബ്രോഡൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് ഫാമിലി ഫ്രണ്ട്സ് ഒന്നും അടുത്തില്ലാത്തവരാണെങ്കിൽ ഈ ഒരു പീരീഡ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡ് ആയിരിക്കും, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക്. അപ്പോൾ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും ചലഞ്ചിങ്ങും ഹാർഡസ്റ്റുമായിട്ടുള്ള ഒരു പാർട്ട് തന്നെയാണ് നമ്മുടെ ഈ മദർഹുഡ് എന്നല്ല, അതെ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്. എനിക്ക് പ്രഗ്നൻസി എന്ന് പറയുന്നത് ആ ഒരു ടൈം പീരീഡിൽ ഇത്രയും സ്ട്രഗിൾസ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ടൈമാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായത്. അതായത് ബേബി ബ്ലൂസ് ആയിരുന്നു, ഡിപ്രഷൻ ഇല്ലായിരുന്നു. താങ്ക് ഗോഡ്. ഡിപ്രഷൻ ചിലവർക്ക് വരുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഫാമിലി സപ്പോർട്ടോ പാർട്ട്ണറിൻ്റെ സപ്പോർട്ടോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്കൊക്കെ ഡിപ്രഷൻ വരുന്നത്. സോ നമ്മളെ ചുറ്റുമുള്ളവർ അവരെ ഹാപ്പി ആക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ ആരും അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ 2022 ജൂണിലാണ് പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി അല്ലായിരുന്നു, അതായത് അൺപ്ലാൻഡ് ആയിരുന്നു, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പ്രഗ്നൻസി. അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോഴത്തേക്കും ചെറിയൊരു പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിലുള്ള മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ. കാരണം ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ. ഇവിടെ എൻ്റെ ഉമ്മച്ചി കൂടെ ഉണ്ടായിരുന്നു എങ്കിലും ആ ഒരു സമയത്ത് ഉമ്മച്ചിക്ക് ഒരു ലൈഫിലൊരു അപ്ഗ്രഡേഷൻ എന്ന പോലെ, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന പോലെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, ഷോപ്പ് വാങ്ങാനുള്ള ഒരു അവസരം. അപ്പോൾ അതിവിടെയല്ല, റോമിലാണ്, സിറ്റിയിലാണ്, മെയിൻ ക്യാപിറ്റലിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ദിവസത്തെ യാത്ര തന്നെ ഒരു നൈറ്റ് മൊത്തം വേണം. അപ്പോൾ അങ്ങനെ പോകണം. അപ്പം ആ സമയത്താണ് എനിക്കിങ്ങനെ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഉമ്മച്ചി പോകണോ വേണ്ടേ എന്നുള്ളവരൊക്കെ ഉള്ളൊരു ഡൗട്ടിലായിരുന്നു. അപ്പം എൻ്റെ ഇക്കാണ് പറഞ്ഞ് ഉമ്മച്ചി പോയിക്കോ, കുഴപ്പമില്ല, നമ്മൾ നോക്കിക്കോളും എന്നുള്ള ഒരു രീതി. അപ്പോൾ എനിക്കും അത്ര അറിയത്തില്ല ഇതിനെപ്പറ്റി, അതായത് ഈ പ്രഗ്നൻസി പീരീഡ് ഇത്രയും ടഫായിരിക്കും, നമ്മുടെ കൂടെ ഒരാൾ വേണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, അത് നമ്മൾ 20s നമുക്ക് നമ്മളൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ഇത്രയും വലിയൊരു എന്താ പറയുക, വലിയൊരു സംഭവം നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ കൂടെ വേണം എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചില്ല. ഇത് വളരെ കൂളായിട്ട് പോകുന്ന ഒരു സംഭവമാണ്, നമ്മളെ കൊണ്ടൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഓക്കെ ആയത്, ഫ്രണ്ടിലോട്ട് പോയത്. അപ്പോൾ ഫസ്റ്റ് 4 months വരെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. വൊമിറ്റിംഗ് എന്ന് വെച്ചാൽ എൻ്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി. അപ്പോൾ 48 കിലോ ഉണ്ടായിരുന്നു ഞാൻ. ഡെയിലി വൊമിറ്റ് ചെയ്ത് 42 കിലോയിലോട്ടായി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എപ്പോൾ പോയാലും എനിക്ക് ലോ ബി പി ആണ്, കുഴഞ്ഞു വീഴും, ഒന്നെങ്കിൽ തല ഇറങ്ങും, കുഴയും, പെട്ടെന്ന് ടയേർഡാവും. അത് ലോ ബി പി ഉള്ളതുകൊണ്ടാണ്. പിന്നെ അയൺ ഡെഫിഷ്യൻസി എനിക്ക് അപ്പോഴുണ്ട്, ഇപ്പോഴുണ്ട്, എപ്പോഴും ഉണ്ട്, ജനിച്ചപ്പോഴേ ഉണ്ട് അയൺ ഡെഫിഷ്യൻസി. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ നമ്മൾ അയൺ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുക. ഞാൻ ടാബ്ലറ്റൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് ലോ ബി പി ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് 4 months നമ്മളിങ്ങനെ
നമ്മുടെ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. ഞാൻ 8 മന്ത് 9 വരാവുന്ന സമയം വരെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. പാർട്ട് ടൈം ആയിട്ട്, ഫുൾ ടൈം അല്ല, മോർണിംഗ് ടു ഈവനിങ് അല്ല. അപ്പോൾ പാർട്ട് ടൈം ആയിട്ടുള്ള ജോബ്സ് ആയിരുന്നു. അപ്പോൾ ഡെയിലി വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നും ഞാൻ നടക്കും. ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയം തൊട്ട് അവസാന നിമിഷം വരെ ഒരുപാട് നടന്നിരുന്ന ഒരാളാണ്. പിന്നെ ചെറിയ രീതിയിൽ സുംബ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ ഹെൽപ്പ് ചെയ്തു തോന്നുന്നു ഈ നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. വളരെ ഷടപടയെന്നുള്ള ഡെലിവറി ഒക്കെ ആയിരുന്നു കേട്ടോ. സോ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ 4 മാസം നമ്മൾ വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീട്ടിൽ രാത്രിയൊക്കെ എപ്പോഴും വോമിറ്റിംഗ് ആണ്. ഫുഡ് ഉണ്ടാക്കാൻ പണിയാണ്. ഇപ്പം ഇക്കാടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പോയാലൊക്കെ രാത്രി 12 മണി 1 മണിക്കൊക്കെയാണ് വരുന്നത്. അപ്പം നൈറ്റ് ഡിന്നറൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ എനിക്ക് വലിയ പാടാണ്. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ ഛർദ്ദിച്ച് തളർന്ന് കുഴഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. ചിലപ്പം ബാത്റൂമിൽ നിന്ന് ഇങ്ങോട്ട് റൂമിലോട്ട് വരാൻ തന്നെ ഭയങ്കര പാടായിരിക്കും എനിക്ക്. കാരണം വോമിറ്റ് ചെയ്ത് കുടലുമാല വരെ പുറത്ത് വരും എന്നുള്ളൊരു സ്ഥിതിയിൽ. സത്യമാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ 48 കിലോയിലുണ്ടായിരുന്നു ഞാൻ. 42 ആയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ആയിരുന്നുണ്ടായിരുന്നു. അസ്ഥി കൂടമായിട്ട് ഇരുന്നതാണ്. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ വോമിറ്റിംഗ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് എൻ്റെ പഴയ വെയിറ്റിലോട്ടൊക്കെ ഒന്ന് ഞാൻ പോകാൻ തുടങ്ങിയത്. 5 മാസം ആയപ്പോഴത്തേക്കും നമ്മൾ സ്കാനിങ് ഒക്കെ നടത്തി. 5-ാം മാസത്തിൽ എനിക്കറിയാൻ പറ്റി, ജെൻഡർ അറിയാൻ പറ്റി. ഞാൻ നാട്ടിൽ ആരടുത്തൊന്നും പറഞ്ഞില്ല, പക്ഷേ ഉമ്മച്ചിയുടെ അടുത്ത് മാത്രമാണ് തോന്നുന്നു പറഞ്ഞത്. അതെ, ഉമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു. നമ്മളും അറിഞ്ഞു, ആരുടെ പറയാതെ സീക്രട്ടായിട്ട് വെച്ചിരുന്നു. എന്നിട്ട് 5-ാം മാസത്തിൽ നമുക്ക് ഈ ഷുഗർ ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഷുഗർ ടെസ്റ്റൊക്കെ എനിക്ക് വളരെ കമ്മിയായിരുന്നു. ചിലർക്ക് ഈ ഷുഗറൊക്കെ ഉള്ളവർക്ക് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഷുഗർ വളരെ കമ്മി ആയതുകൊണ്ടും എൻ്റെ ബോഡിയുടെ ഒരു ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം കുഞ്ഞിൻ്റെ വെയിറ്റ് എനിക്ക് ബർത്ത് വെയിറ്റ് 2.4 ആയിരുന്നു കേട്ടോ. അധികം വെയിറ്റിലായിരുന്നു കുഞ്ഞിന്. പിന്നെ അതുമല്ല മോന് ഭയങ്കരമായിട്ടുള്ള താഴെ, നമ്മൾ അടിവയറ്റിൻ്റെ ഏറ്റവും താഴെയായിരുന്നു കുഞ്ഞിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അവൻ അപ്പോഴേ തല താഴോട്ടായിരുന്നു, നല്ലപോലെ താഴോട്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നടക്കാനൊക്കെ പാടായിരുന്നു കേട്ടോ. ഈ 7 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും, 7 മാസം ആയപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വയറ് വയ്ക്കാൻ തുടങ്ങിയത്. അതുവരെ എനിക്ക് വയറൊന്നും ഇല്ലായിരുന്നു. ആരും കണ്ടാലും പ്രഗ്നൻ്റ് ആണോ എന്ന് പോലും ഡൗട്ടാണ്. എത്ര മാസമായി, 6 മാസമായി എന്ന് പറഞ്ഞാലും അവർ പറയും അയ്യോ വയറൊട്ടും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ടോക്കായിരുന്നു. ഇവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇവിടെയും പുറത്ത് ഇറ്റാലിയൻസ് കണ്ടാലും നമ്മൾ അറിയാവുന്നവരടുത്തൊക്കെ പറയുമ്പോഴും അവർ പറയാറുണ്ട് നമ്മൾ നാട്ടിലെ പോലെ തന്നെയാണ് എങ്കിലും അത്രയ്ക്കില്ലെങ്കിലും ജഡ്ജ്മെൻ്റ് ഇവിടെ കുറവാണ്. എങ്കിലും പറയുന്നത് വയറ് ചെറിയ കുറവ് എന്നാണ് പറയുന്നത്. അങ്ങനെ 6 മന്തൊക്കെ ആയപ്പോൾ, 6 മന്ത് അല്ല 7 മന്ത് ആയപ്പോൾ നല്ല വയറ് വെച്ചു. അപ്പോഴും നടക്കുമായിരുന്നു. ഈ നടപ്പും പിന്നെ സ്റ്റെപ്പ്, ഒത്തിരി ഞാൻ വർക്ക് ചെയ്യുന്ന അവിടുത്തെ സ്റ്റെപ്പൊക്കെ കയറണം. അപ്പോൾ സ്റ്റെപ്പ് കയറും ഇറങ്ങും. പിന്നെ വീട്ടിൽ വെച്ച് ചെറിയ സ്ക്വാട്ടിങ് ഒക്കെ ചെയ്യും, ചെറിയ എക്സസൈസ് ചെയ്യും, സുംബയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ 7 മന്ത് കഴിഞ്ഞ് 8 മന്ത് കഴിഞ്ഞു, എല്ലാം അവസാനമായി. 9 മന്ത് ഫെബ്രുവരി 24 എനിക്ക് ഡേറ്റ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ഫെബ്രുവരി 8 ഞാൻ പ്രസവിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് അല്ലേ 2 ആഴ്ച മുമ്പൊക്കെ ആയിട്ട് ഞാൻ പ്രസവിച്ചു കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ പിന്നെ 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വോമിറ്റിംഗ് ഒന്നും ഇല്ലാതെ വളരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി. പിന്നെ എനിക്ക് മസിൽസ് ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു. ഈ നടക്കുന്ന സമയത്ത് നമ്മുടെ 2 കാലിലെയും തൊടയിൽ അവിടെയില്ലേ ഭയങ്കര മസിൽ പെയിൻ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഈ മസിൽ പെയിൻ വരാൻ കാരണം തന്നെ ഒത്തിരി താഴെ വന്നിരിക്കുന്നത് കൊണ്ടാണ്. ഭയങ്കരമായിട്ട് നടക്കുമ്പോൾ ഒത്തിരി ഞാൻ നടക്കുമായിരുന്നല്ലോ. അപ്പോൾ നടക്കുമ്പം ആ പെയിനാണ്, കുഞ്ഞിൻ്റെ തലയുടെ വെയിറ്റ് കൊണ്ടാണ് എനിക്ക് അവിടെ ഒരു ഭയങ്കരമായിട്ട് പെയിൻ വരാൻ തുടങ്ങിയത്. എന്നാലും പെയിനാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ റെസ്റ്റൊന്നും എടുത്ത ഒരു ഇതില്ല. വീട്ടിലെ ജോലികളെല്ലാം ഞാനാണ് ചെയ്തിരുന്നത്. തൂക്കുക, തുടയ്ക്കുക. അപ്പം വീട്ടിൽ ടൈൽസൊക്കെ വൈറ്റാണ്. അപ്പം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇക്ക ചെയ്യും. ഇക്ക ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഇക്കാണ്. അന്നും ഇന്നും ഇക്കാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ടല്ല അതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതിന് മുമ്പേ ഹെൽപ്പ് ചെയ്യും. വീട്ടിൽ എല്ലാ ജോലിയിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് 2 പേർക്കും. അപ്പോൾ ഇപ്പോൾ ഇക്ക ഇല്ലാത്ത ഇക്കയുടെ ഡ്യൂട്ടി ടൈം ഇപ്പോൾ ഉച്ച മുതൽ രാത്രി വരെയൊക്കെ ആണെങ്കിൽ ആ സമയത്തൊക്കെ ഞാനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്തൊക്കെ ബക്കറ്റ് വെള്ളമൊക്കെ തൂക്കിക്കൊണ്ട് വന്ന് തുടയ്ക്കുന്നതും തൂക്കുന്നതും ഒക്കെ ഞാനാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഈ വെയിറ്റൊന്നും തൂക്കാൻ പാടില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഈ ചെറിയ ബക്കറ്റിലെ വെള്ളമൊക്കെ ഞാൻ തൂക്കിക്കൊണ്ട് വരുമെന്നു കുഴപ്പമില്ല എന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല അത്. സത്യം പറഞ്ഞാൽ നിങ്ങളത് ഡോക്ടറിൻ്റെ അടുത്തൊക്കെ ചോദിക്കണം. വെയിറ്റൊന്നും തൂക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് ഈ സമയങ്ങളിൽ.
അങ്ങനെ അവസാനമായിട്ടും 9 മാസം വരെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 7 മന്ത് 8 മന്ത് 9 മന്ത് ടൈം ആവാറായപ്പോഴത്തേക്കും പിന്നെ ഡെലിവറി സമയം ആവുന്ന ആ ഒരു സമയത്ത്, അതായത് ഇനിയും സമയം കിടപ്പുണ്ട്, പക്ഷേ ഫെബ്രുവരി 7th ആയപ്പോൾ എനിക്ക് ചെറിയൊരു രാവിലെ ബ്ലീഡിങ് കണ്ടു. ബെഡ്ഷീറ്റിൽ കുറച്ചൊരു ബ്ലഡ് കണ്ടു. അങ്ങനെ നമ്മൾ ഉടനെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. രാവിലെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നോക്കിയപ്പം കുഴപ്പമില്ല, ചെറിയൊരു 1 സെൻറ്റിമീറ്റർ ഡൈലേറ്റ് ആയിട്ടുള്ളൂ, പക്ഷേ ഇനിയും സമയം എടുക്കും, ഇനി എന്തെങ്കിലും പെയിനൊക്കെ വരുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ഡോക്ടർ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡെലിവറി പെയിൻ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല. ഈ കോൺട്രാക്ഷൻസ് വരും എന്നൊക്കെ അപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഈ കോൺട്രാക്ഷൻ എന്താണെന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഒത്തിരി യൂട്യൂബിലൊക്കെ ഇരുന്ന് നോക്കിയിട്ടാണ് എങ്ങനെയാണ് ഈ കോൺട്രാക്ഷൻ പെയിൻ വരുന്നത്, നമ്മൾ എത്ര ടൈമൊക്കെ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ ഒത്തിരി സെർച്ച് ചെയ്യായിരുന്നു. പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഹോൾ ത്രൂ പ്രഗ്നൻസിയിൽ ഞാൻ പുറത്തുനിന്നുള്ള ഒരു ഫുഡും കഴിച്ചിട്ടില്ല. അതായത് നമ്മൾ ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ടില്ല, എല്ലാം വീട്ടിലെ ഫുഡാണ്. എനിക്ക് പ്രഗ്നൻസി ക്രേവിങ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ മസാല ദോശ, നാടൻ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പച്ചമാങ്ങ, നെല്ലിക്ക, ഇതൊക്കെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് അതപ്പോൾ കൊണ്ടുവന്നു. അത് പെട്ടെന്ന് തന്നെ തീർന്നു പോയി. പിന്നെ ഈ ക്രേവിങ്സ് ഉണ്ടെങ്കിലും എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ പകരം നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചേനെ എന്ന് തോന്നുന്നു. ഇവിടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ടുള്ളയും വീട്ടിലുണ്ടാക്കുന്ന ഹോം മെയ്ഡ് എണ്ണയും പിന്നെ പുറത്തുനിന്ന് വാങ്ങി കഴിക്കേണ്ട ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. വീട്ടിലുണ്ടാക്കുന്ന ചോറും നമ്മുടെ യോഗട്ടൊക്കെ ഒത്തിരി കഴിച്ചു. തൈരൊക്കെ ഭയങ്കര നല്ലതാണ്. തൈരായിരുന്നു എൻ്റെ മെയിൻ ഐറ്റം. കാരണം വോമിറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് തൈര് കഴിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെ ഡെയിലി തൈര് കഴിക്കും. പിന്നെ നല്ല ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഇതൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് അധികം വെയിറ്റും വെച്ചിട്ടില്ല. കുഞ്ഞും ഓക്കെ ആയിരുന്നു, ഞാനും വലിയ കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിരുന്നു. നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി വണ്ണം വയ്ക്കുന്നത്. അത് പിന്നെ വണ്ണം കുറയാനും നല്ല പാടായിരിക്കും. ഞാൻ വണ്ണം ഇല്ലാത്തത് തന്നെയായിരുന്നു മെയിൻ പ്രശ്നം എൻ്റെ വീട്ടുകാർക്കൊക്കെ. പിന്നെ അത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ പറഞ്ഞ എന്താണ്, ലാസ്റ്റ് ഡെലിവറി ടൈം അല്ലേ, അതെ, അന്ന് രാവിലെ കൊണ്ടുപോയി കോൺട്രാക്ഷനൊക്കെ നോക്കണേന്നൊക്കെ പറഞ്ഞു. എനിക്ക് ഈ കോൺട്രാക്ഷൻ എന്തെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ വീട്ടിൽ വന്ന് യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴാണ് കോൺട്രാക്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് എന്ന് മനസ്സിലായത്. പക്ഷേ എനിക്ക് എന്നാലും ആ ഒരു പെയിൻ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ അന്ന് രാത്രി അതുപോലെ ഇക്ക ഡ്യൂട്ടിക്ക് പോയി. ഞാൻ അപ്പോഴത്തേക്കും വർക്കൊക്കെ എൻ്റെ കഴിഞ്ഞു. കാരണം 9 മന്ത് സ്റ്റാർട്ട് ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ പോയിട്ടില്ല വർക്കിന്. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോൾ എന്നും ഒരു 12:30-1 മണിക്ക് വരാറുള്ള അന്ന് എന്തുകൊണ്ടോ നേരത്തെ വരാൻ പറ്റി. 9:30-ഒക്കെ ആയിട്ട് എനിക്ക് ഒരു 7:30-ഒക്കെ ആയപ്പോൾ ചെറുതായിട്ട് പെയിൻ വന്നു തുടങ്ങി. അതായത് ജസ്റ്റ് നമ്മുടെ വയറൊന്ന് മുറുകും, കുറച്ച് നേരം മുറുകിയിട്ട് ഒന്ന് ലൂസാവും, കുറച്ച് നേരം മുറുകും ലൂസാവും, ഇങ്ങനെയായിരുന്നു ഈ കോൺട്രാക്ഷൻസ് വരുന്നത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ നോക്കുന്നത് ഇങ്ങനെ വയറ് മുറുകുന്നതെന്ന് വെച്ചിട്ട് പിന്നെയും ലൂസായി ഒന്ന് റിലാക്സ് ആവും, പിന്നെയും ഒന്ന് ചെറുതായിട്ടൊന്ന് കോൺട്രാക്ഷൻ വരും, ലൂസാവും. അപ്പോൾ ഇതാണ് കോൺട്രാക്ഷൻ എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ അത് ടൈം എഴുതാൻ തുടങ്ങിയിട്ട് 8 മണി ഒക്കെ വന്നതിന് ശേഷമാണ് അതിൻ്റെ പെയിൻ ഇൻറ്റൻസ് ആവാൻ തുടങ്ങിയത്. അതുവരെ വലിയ പ്രശ്നമില്ലായിരുന്നു. അങ്ങനെ 9:30 ആയപ്പോൾ എന്തുകൊണ്ടോ അള്ളാൻ്റെ അനുഗ്രഹമാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, അന്ന് നേരത്തെ വരാൻ തോന്നിയതും പിന്നെ വന്നതിന് ശേഷം കോൺട്രാക്ഷൻ്റെ ഇത് കൂടാൻ തുടങ്ങി. പെട്ടെന്ന് കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങി. അതായത് ഓരോ മിനിറ്റിലും 10 മിനിറ്റ്, ഓരോ മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, അതായത് ഒരു മിനിറ്റ് 2 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന കോൺട്രാക്ഷൻസ് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു യെസ്, ഇത് ടൈമാണ്, ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ളൊരു പേടിയുണ്ടായി. ആരുമില്ല വീട്ടിൽ, ഞാനും ഇക്കായും മാത്രം. ആ ഒരു പീരീഡ് നമ്മൾ കടന്നു പോവുകയാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളത് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അയ്യോ ഇതൊക്കെ നമ്മൾ കടന്നു പോയല്ലോ എന്നുള്ളൊരു എന്താണ് അത്ഭുതമാണ്, പ്രൗഡാണ്, അങ്ങനെയൊക്കെ. യെസ്, അങ്ങനെ നമുക്ക് ആ സമയത്ത് നമുക്ക് കാറില്ല, നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ ലൈസൻസ് ഇല്ല നമുക്ക്. കാരണം ഇവിടെ ലൈസൻസ് എടുക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മുടെ ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് എന്നെ ഹോസ്പിറ്റലാക്കാൻ ഇക്കാടെ ബോസാണ് വന്നത്. ഇക്കാടെ ബോസും ഇക്കാടെ വൈഫും ഇക്കാടെ വൈഫല്ല, ബോസിൻ്റെ വൈഫും കൂടെ വന്നാണ് നമ്മളെ കൊണ്ടുപോയത്.
അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് ചടപടയെന്ന് ബോസിനെ വിളിച്ചു. അവരുടെ വൈഫും വന്നു. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇവിടെ നിന്ന് 20 മിനിറ്റ്സാണ് ഹോസ്പിറ്റലിൽ എത്താനുള്ളത്. അങ്ങനെ രാത്രി 10 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. 10 മണി 11 മണിയുടെ അങ്ങനെ 10:30 ആയപ്പോൾ നമ്മൾ ഇറങ്ങി. 11:30 കുറച്ച് ലേറ്റായിട്ടൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നു. അപ്പം കാറിലിരുന്നതിന് എനിക്ക് ചെറിയ കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്, പെയിൻ കൂടുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയതും ആ സമയത്ത് കോവിഡിൻ്റെ സമയം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഈ 2023 എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ ആ ഒരു ചെറിയ രീതിയിൽ ഇവിടെ ഉണ്ട്. എങ്കിലും നമ്മുടെ അകത്ത് കയറ്റണമെങ്കിലും വേറെ ആളുകളെ കയറ്റണമെങ്കിലും നമ്മൾ കോവിഡ് ടെസ്റ്റൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഹസ്ബൻഡിൻ്റെ കൂടെ നിർത്തും, നമ്മുടെ ഡെലിവറി ടൈമിന് ഹസ്ബൻഡിൻ്റെ കൂടെ നിർത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ ആദ്യം എന്നെ കയറ്റിയിട്ട് അവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 2 സെൻറ്റിമീറ്റർ ഞാൻ ഡയലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും സമയം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. പെട്ടെന്നൊന്നും ആവില്ല, കാരണം ഈ 9 സെൻറ്റിമീറ്ററൊക്കെ ആവണമല്ലോ കുഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പീരീഡ്. അപ്പോൾ ഇത്രയും സെൻറ്റിമീറ്റർ നമ്മൾ ഡയലേറ്റ് ചെയ്ത് വരണമെങ്കിൽ ചിലവർ കുറേ മണിക്കൂർ എടുക്കും, ചിലവർ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ ചിലവർ 2 മണിക്കൂറിനകത്ത് തീരും. അതുപോലെയാണ് എൻ്റെത്. പെട്ടെന്ന് തീർന്നു, ഷടപടയെന്ന് തീർന്നു എൻ്റെത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ 2 സെൻറ്റിമീറ്റർ ഞാൻ ഡയലേറ്റ് ചെയ്തു. അങ്ങനെ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റൂമിലോട്ടാണ് മാറ്റിയത്, കാരണം ഇനി സമയമുണ്ടല്ലോ. അപ്പോൾ രാത്രി എത്രയായി, 1 മണി ഒക്കെ ആവുന്നുണ്ട്. 1 മണിയൊക്കെ ആയി. എന്നിട്ട് ഇക്കായെ താഴെ കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഹോസ്പിറ്റലൊക്കെ ഭയങ്കര സൈലൻ്റ് ആണ്, അധികം ആളുകളൊന്നുമില്ല. ഡോക്ടേഴ്സും വളരെ കുറവാണ് കേട്ടോ. ആ സമയത്ത് ഡോക്ടേഴ്സും കുറവായിരുന്നു. രാത്രി ആയതുകൊണ്ടല്ലേ, ഇത്രയും സമയം ആയതുകൊണ്ട് പേഷ്യൻസും കുറവായിരുന്നു. അങ്ങനെ ഇക്കായ കോവിഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് താഴെ കൊണ്ടുപോകുന്നു. ഞാൻ പിന്നെ എൻ്റെ റൂമിലോട്ട് ചേഞ്ച് ചെയ്ത് നമ്മുടെ ഹാർട്ട് ബീറ്റൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനൊക്കെ നമ്മുടെ വയറിൽ ചുറ്റും വെച്ച് തുടങ്ങി. അപ്പോഴത്തേക്ക് ലാസ്റ്റാണ് എനിക്ക് നടുവേദന വരാൻ തുടങ്ങി. നമ്മൾ ഈ പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞ് വരാറാകുന്ന ചിലവർക്ക് നേരത്തെ വരും, കോൺട്രാക്ഷൻസ് വരുമ്പോഴേ നമുക്ക് നടുവേദന വരും. എനിക്ക് നടുവേദന ലാസ്റ്റ് നിമിഷമാണ് വന്നത്. കുഞ്ഞ് വരാറായപ്പോഴാണ് വേദനിച്ച് തുടങ്ങിയത്. അപ്പോൾ ചിലവർ ഞാൻ നേഴ്സിൻ്റെ അടുത്ത് കോൺട്രാക്ഷൻ വന്നപ്പോഴേ നേഴ്സിൻ്റെ ചോദിച്ചു നടുവേദന ഉണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു നടുവേദന ഇല്ല, ഈ വയറ് മുറുകുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതായത് എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് അങ്ങനെ നടുവേദന വരാറുണ്ട് ആ സമയത്ത്. അങ്ങനെ അവസാന നിമിഷം എന്നെ റൂമിൽ കിടത്തിയ സമയത്ത് എനിക്കിങ്ങനെ വേദനിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഒന്നും എൻ്റെ കൂടെ ആരുമില്ല. നഴ്സുമാർ ജസ്റ്റ് വന്ന് നോക്കും, എത്രയായി നോക്കും, പോവും. ഇവിടെ വിൻ്റർ സമയം കൂടെ ആയതുകൊണ്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ആ ഒരു ആണല്ലോ, ഫുള്ളും മൂടിയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഡ്രസ്സ്. അങ്ങനെ ഇക്കായും എത്തിയിട്ടില്ല, ഇക്കായും കോവിഡ് ടെസ്റ്റ് എടുക്കാൻ താഴെ നിൽക്കുകയാണ്. അങ്ങനെ നേഴ്സ് വന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ എൻ്റെ നടുവൊക്കെ വേദനിച്ച് ഞാനിങ്ങനെ പോകുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഒരു സിസ്റ്റർ വന്നപ്പോഴത്തേക്ക് ഞാൻ വേദനിക്കുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു ബ്രീത്തിങ് എക്സസൈസ് ഞാൻ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് ബ്രീത്തിങ്ങിൻ്റെ അതൊന്നും അറിയത്തില്ല. അപ്പോഴത്തേക്കും എനിക്ക് നല്ല പെയിൻ ഉണ്ട്. കുഞ്ഞ് ഏകദേശം ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അതൊരു നേഴ്സ് കണ്ടിട്ടില്ല. കാരണം കുഞ്ഞ് വന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കുട്ടി വരുന്ന സമയമാണെന്നും മനസ്സിലാവുന്നില്ല. സിസ്റ്ററും എന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ടില്ല. ആ ഷീറ്റ് ഒന്ന് പൊക്കി നോക്കി അവർക്ക് മനസ്സിലാവും, പക്ഷെ അവർ നോക്കിയില്ല. അവർ വിചാരിച്ചു ഇനിയും ടൈം ഉണ്ടല്ലോ എന്ന്. എന്തോ ഭാഗ്യത്തിന് വേറൊരു സിസ്റ്റർ ജസ്റ്റ് വന്നെന്നെ നോക്കി ഒന്ന് ഷീറ്റ് പൊക്കി നോക്കിയപ്പോൾ മനസ്സിലായി ടൈമായി, കുഞ്ഞ് വരാറായി എന്ന്. അങ്ങനെ ഉടനെ തന്നെ എന്നെ ഇപ്പുറത്തെ ഡെലിവറി റൂമിലോട്ടാക്കി, ഓപ്പറേഷൻ തിയേറ്ററിൽ ആക്കി. ഡോക്ടറും എത്തിയിട്ടില്ല, സിസ്റ്റർ മാത്രമേ ഉള്ളൂ. കോവിഡ് ടെസ്റ്റ് എടുക്കാൻ പോയ ആൾ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഞാൻ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഭയങ്കര അലറി വിളിയായിരുന്നു. കാരണം അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ നല്ല പെയിനാണല്ലോ. നമ്മൾ കുഞ്ഞ് വരുന്ന സമയത്ത് എനിക്ക് എപ്പിഡ്യൂറലൊന്നും എടുത്തിട്ടില്ല. കാരണം എല്ലാം പെട്ടെന്നായതുകൊണ്ട് എപ്പിഡ്യൂറൽ നമ്മൾ 1 മണിക്കൂർ മുന്നൊക്കെ എടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അത് വർക്കാവാൻ കുറേ സമയം വേണമല്ലോ. അപ്പോൾ എപ്പിഡ്യൂറലൊന്നും എടുക്കത്തില്ല. അപ്പം നാച്ചുറലായിട്ടുള്ള പെയിനും നാച്ചുറലായിട്ടുള്ള ബേർത്തും ആയിരുന്നു. അങ്ങനെ പെയിന് കൂടി ഞാൻ ഒരുപാട് നിലവിളിച്ച് ആ കൊറിഡോറിൽ ഫുള്ള് എൻ്റെ നിലവിളിയായിരുന്നു. നന്നായിട്ട് കേൾക്കായിരുന്നു. അങ്ങനെ നഴ്സുമാരിങ്ങനെ വെയിറ്റ് ചെയ്യണം ഡോക്ടർ വരാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് കുഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാധാരണ എല്ലാ ഡെലിവറി അല്ലെങ്കിൽ ബർത്ത് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ നഴ്സുമാർ പുഷ് എന്ന് പറയും. നമ്മൾ പുഷ് ചെയ്താണല്ലോ കുഞ്ഞിനെ ഇറക്കേണ്ടത്. എനിക്ക് ഈ പുഷ് ചെയ്യേണ്ട ആവശ്യമേ വന്നില്ല. കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി അവൻ ഇങ്ങ് വരാൻ വേണ്ടിയിട്ട് അവൻ തനിയെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വരാൻ. അപ്പോൾ എൻ്റെ ബോഡി അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് കുഞ്ഞിനെ
തള്ളി വിടാനുള്ള. ഞാൻ പക്ഷേ പുഷ് ചെയ്യുന്നില്ല. അപ്പോൾ സിസ്റ്റർ എൻ്റെ പറയുന്നുണ്ട് ഡോണ്ട് പുഷ് ചെയ്യരുത്, കാരണം ഡോക്ടർ എത്തിയിട്ടില്ല, ഹസ്ബൻഡും എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ തിരക്കാണ്, അവിടെ ഇതോ ഞാൻ ഇവിടുത്തെ ഭാഷയിലാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്, എന്തിയെ ഹസ്ബൻഡ് എന്തിയെ വന്നില്ലല്ലോ ഇതുവരെ, അവരെ കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ സിനിമ സ്റ്റൈലിലുള്ള പോലത്തെ ഒരു സംഭവമൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്കത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള പീരീഡായിരുന്നു. നമുക്ക് എന്താ പറയുക, ഭയങ്കര മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. കുഞ്ഞിനെ കാണാൻ പറ്റും, പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ആരുമില്ല, വീട്ടിൽ ആരുമില്ല, ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ഞാനും ഇക്കായും മാത്രം. ബോസും അവരുടെ വൈഫും നമ്മളെ കൊണ്ടാക്കിയിട്ട് അവർക്ക് പോയി, കാരണം രാത്രിയായല്ലോ, അവരെ കുഞ്ഞും അവരുടെ മക്കൾ വീട്ടിലൊറ്റയ്ക്കല്ലേ. അപ്പോൾ അവർക്ക് തിരിച്ച് വന്നേ പറ്റൂ, രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. അപ്പോൾ ഇക്കാക്കും ആ സമയത്ത് ലാംഗ്വേജിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, വന്ന സമയമാണ്, അപ്പോൾ ലാംഗ്വേജ് അറിയത്തില്ല. അങ്ങനെ സിസ്റ്റർ എൻ്റെ പറയുന്നുണ്ട് ഡോണ്ട് പുഷ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് പുഷ് ചെയ്യുന്നതല്ല, ഇത് വരുവാണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ കൊറിഡോറിൻ്റെ ഓടിക്കൊണ്ട് നഴ്സ് അങ്ങനെ ഓടിപ്പോയി, നഴ്സ് ഇക്കായെ വിളിച്ചുകൊണ്ട് വരികയാണ്. കോവിഡ് ടെസ്റ്റൊക്കെ അവിടെ ഇട്ടിട്ട് നമ്മുടെ സർജറി ചെയ്യുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, ഗ്രീൻ ഡ്രസ്സ്, അതൊക്കെ ഓടി വരുന്ന വഴിയിൽ വരികയാണ് ഇക്ക. കൊറിഡോറിൽ നിന്ന് ഓടി വരുന്ന വഴിയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ട് വരികയെന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. ഇട്ടുകൊണ്ട് ഇക്കായെ കണ്ടപ്പോഴാണ് എൻ്റെ കുറേ ജീവൻ ഇങ്ങ് കിട്ടിയത്. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് ആ ബെഡിൽ കിടന്ന് നിലവിളിയായിരുന്നു. അങ്ങനെ ആളെ കണ്ടപ്പോഴാണ് ഞാൻ ഓക്കെ ആയത്. പിന്നെ ഇക്കായും ടെൻഷനായി എന്നെ കണ്ടത്, കാരണം കരച്ചിൽ കേട്ടുകൊണ്ട് ഓടി വരികയാണ് കൊറിഡോറിൽ നിന്ന്, എൻ്റെ ആ ഒരു സ്ക്രീമിങ്ങൊക്കെ. അപ്പോൾ ഓടി വരുന്നു, ഇക്ക ഓടി വന്ന് എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അപ്പം തന്നെ മോനും വരാൻ ഓക്കെ ആയി, ഡോക്ടറും വന്നു. ചടപടയുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്നാണ് ഈ നടക്കുന്നത് കേട്ടോ. ഈ ഒരു അരമണിക്കൂറിനകത്ത് വേണമെന്ന് പറയാം, പെട്ടെന്ന് നടക്കുകയാണ്. സിസ്റ്റർമാരെല്ലാം കത്തിരി എടുക്കുന്നു, എൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യും, കുഞ്ഞിന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് വേണമല്ലോ, സ്പേസ്. അപ്പോൾ ഉടനെ തന്നെ ഡോക്ടർ വന്ന ഉടനെ നഴ്സ് താഴെ കട്ട് ചെയ്തു, കുഞ്ഞിനെ പെട്ടെന്ന് എടുത്തു. അയ്യോ, എടുത്തതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ജീവൻ തിരിച്ച് കിട്ടിയത്. അതുവരെ എന്തോ ഒരു ബഹളമായിരുന്നു അറിയാമോ അവിടെ കിടന്ന്. ഞാൻ കീറി വിളിയോ, ഇക്കായും കരച്ചിലും. പിന്നെ ഉടനെ വീഡിയോ കോൾ ചെയ്ത് ഉമ്മച്ചിയെ വിളിച്ചു, കുഞ്ഞുമ്മയെ വിളിച്ചു, നാട്ടിലുള്ള കുഞ്ഞുമ്മയൊക്കെ വിളിച്ചപ്പോൾ എല്ലാവരും അന്തം വിട്ടു. കാരണം ഇനിയും ഡേറ്റ് ഉണ്ട്. അപ്പം ഇത്രയും ഡേറ്റിന് മുന്നേ ഈ ഒരു അതും രാത്രി തന്നെ, ഞാൻ എപ്പോഴും പഠിച്ചോൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് രാത്രി ആവല്ലേ, ഏതെങ്കിലും പകലായിരുന്ന സമയത്താവണേ. കാരണം രാത്രി ആയാൽ നമുക്ക് പോകാൻ പാടല്ലേ, അതെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറൊരു രാജ്യത്തും കൂടെയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ രാത്രി ആവലെന്ന് പ്രാർത്ഥിച്ചിട്ട് പക്ഷേ നടന്നില്ല, രാത്രി തന്നെയായിരുന്നു. രാത്രി ആയതുകൊണ്ട് എനിക്ക് കാമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ കിട്ടി. അവിടെ ഹോസ്പിറ്റലൊന്നും അധികം ആളില്ലാത്തതുകൊണ്ടും ഒത്തിരി കെയറിങ് കിട്ടി എനിക്ക്. ആളുകളൊന്നും അധികം ശ്രദ്ധിച്ചില്ല, വിളിക്കാനൊക്കെ പറ്റിയത് കൊണ്ടാണ്. അങ്ങനെ കുഞ്ഞ് വന്ന് മോനെ എടുത്ത് പെട്ടെന്ന് തന്നെ അവർ നെഞ്ചിലോട്ട് നമ്മളെ വെച്ച് തരും. നമ്മൾ നാട്ടിൽ അങ്ങനെ വെച്ച് കൊടുക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കുഞ്ഞ് പ്രസവിച്ച് നമ്മുടെ എടുത്ത ഉടനെ നമ്മുടെ നെഞ്ചിലോട്ട് പുതച്ച് അവർ വെച്ച് തരും. അപ്പം തന്നെ അവർ ക്ലീനിങ് ഒക്കെ ചെയ്യും കേട്ടോ. നമ്മുടെ നെഞ്ചി വെച്ച് തന്നെ ക്ലീനിങ് ഒക്കെ ചെയ്യും. അപ്പോൾ മോനെ കണ്ടപ്പോൾ നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇമോഷണലായിരുന്നു. ഇക്കായി ഇമോഷണലായി, ഞാനും ഇമോഷണലായി. അത് കണ്ട് അവർക്ക് നഴ്സുമാരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ അടുത്ത് വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞു, നീ നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞു. ഇത്ര പെട്ടെന്നൊരു പ്രസവം അവരും പ്രതീക്ഷിച്ചില്ല. അവരും വിചാരിച്ചു ഇനിയും സമയമുണ്ടെന്നൊക്കെയാണ് അവരും വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു ഇതിലോട്ട് പോകുന്നോ, ഇത്രയും പെട്ടെന്ന് ഡോക്ടറൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഡോക്ടറൊക്കെ വരണ്ടേ. അവസാന നിമിഷത്തിലുള്ള ആ ഒരു തന്ത്രപ്പാടാണ് ഈ കാണിക്കുന്നത്. അത് അവിടെ വേറെ 2 റൂമിൽ വേറെയും സ്ത്രീകളുണ്ട്, അവർ സിസേറിയനായിട്ട് അങ്ങോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ ടൈമും എൻ്റെ ടൈമും ഒക്കെ ഏകദേശം ഒരേ സമയമായതുകൊണ്ട് ഡോക്ടറിൻ്റെ ഒരു അവൈലബിലിറ്റി കുറവായിരുന്നു. അങ്ങനെ പെട്ടെന്ന് അവസാന നിമിഷമാണ് ഡോക്ടറൊക്കെ വന്ന് ചെയ്തത്. അങ്ങനെ കുഞ്ഞിനെ എടുത്ത് ക്ലീനൊക്കെ ചെയ്ത് നമ്മളെന്താ ആ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു, ഭയങ്കര ആശ്വാസമുള്ളൊരു ഇതായിരുന്നു. പിന്നെ അതിനുശേഷം പ്ലാസൻ്റെ എടുത്തതൊക്കെ എൻ്റെ ആദ്യത്തെ അറിവാണ് കേട്ടോ. ആ പ്ലാസൻ്റെയൊക്കെ കാണുമ്പോൾ ഞാൻ ഇതിനു മുമ്പ് എനിക്ക് അറിയത്തില്ല, ഇങ്ങനെ പ്ലാസൻ്റെ വരും എന്നറിയാം, പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. ഈ ഗൂഗിളിൽ പോലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. കുഞ്ഞിനെ എടുത്തതിന് ശേഷം അവരിങ്ങനെ നമ്മുടെ പൊക്കിൾക്കൊടി ഇങ്ങനെ അത് തന്നെ വലിച്ച് അവരെന്നെ എടുത്തതാണ്.
ഞാൻ അറിഞ്ഞില്ല, ചിലർ പുഷ് ചെയ്യേണ്ടി വരും. അതും പ്ലാസൻ്റെ നമ്മൾ പുഷ് ചെയ്ത് എടുക്കണം. അതും പുഷ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, അതും വന്നു, പെട്ടെന്ന് ഇങ്ങനെ എടുത്തു. അവർ അത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹെൽത്തി ആണോ പ്ലാസൻ്റെന്ന്. അങ്ങനെ മോനെ അവരും ജസ്റ്റ് ഒന്ന് മാറ്റി അപ്പുറത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ റൂമിലോട്ട് കൊണ്ടുപോയി. അതിൻ്റെ ഇടയിൽ എനിക്ക് സ്റ്റിച്ചിങ് ഇട്ടുന്നത് അയ്യോ, ഞാൻ വിചാരിച്ചു ഇത് പ്രസവത്തോടെ എല്ലാം തീർന്നു വിചാരിച്ചു. പക്ഷേ സ്റ്റിച്ചിങ്ങും ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചിങ് ഇടുന്നതിൻ്റെ വേദന അത് വേറെ. പിന്നെ അവിടെ നമ്മുടെ ലോക്കൽ അനസ്തേഷ്യൊക്കെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ഇട്ട് തന്നു. സ്റ്റിച്ചിങ് ഇടും തോറും ഇത് കഴിഞ്ഞില്ലേ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ് ഇല്ല കഴിഞ്ഞില്ല, ഇങ്ങനെ വിടാൻ പറ്റില്ലല്ലോ, നമ്മൾ ഫുള്ളും ചെയ്യണ്ടേ, നമുക്ക് പഴയതുപോലെ എടുക്കണ്ടേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഡോക്ടർ നമ്മളടുത്ത് സംസാരിച്ച് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള നേഴ്സൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ നിന്നിരുന്നത്. അവരും എന്താ പറയുക, അവരും എന്നെ തടവുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേഴ്സ് നല്ലൊരു നേഴ്സായിരുന്നു. ഞാൻ ഇത്രയും കടന്ന് കീറി വിളിച്ചിട്ടും നമ്മളൊന്നും പറഞ്ഞില്ല, മിണ്ടായിരിക്കാനൊന്നും പറഞ്ഞില്ല. നാട്ടിലൊക്കെ ആണെങ്കിലും ഞാൻ ചിലവരെ കേട്ടിട്ടുണ്ട് കേട്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നഴ്സുമാരൊക്കെ വഴക്ക് പറയുന്നത് കേട്ടിട്ടുള്ള അറിവാണ്, എനിക്കറിയില്ല, അങ്ങനെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ലൊരു നേഴ്സായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റ് ഒക്കെ നോക്കി 2.4 ആണ്, കുഴപ്പമില്ല, ഹെൽത്തിയാണ്, വെയിറ്റ് കുറവാണ് കുഞ്ഞിന്. ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ ജനിക്കുന്ന കുട്ടിയെന്ന് പറഞ്ഞാൽ 3 എബോ ആണ്, 3.5 3.4 ഒക്കെയാണ്. അപ്പോൾ എൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കുഞ്ഞ് ചെറുതാകുമ്പോൾ അപ്പോൾ ഡോക്ടറും പറഞ്ഞു നീയും ചെറുതല്ലേ എന്നുള്ള രീതിയിൽ. അതായത് എന്നെ കാണാനും വലിയ ഹൈറ്റൊന്നും ഇല്ലാത്തൊരു ആളാണ് ഞാൻ. അപ്പോൾ ഹൈറ്റും വലിയ വെയിറ്റൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഒരു ഇത് അങ്ങനെയാണ്. അങ്ങനെ നമ്മളെ റൂമിലോട്ട് മാറ്റി. ഇക്കായ ഉണ്ടായിരുന്നു, റൂമിലോട്ട് മാറ്റി നമ്മളെല്ലാവരെയും എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. വീട്ടിലെല്ലാം വിളിച്ച് കാര്യം പറഞ്ഞു, അതിന് പ്രസവിച്ചു, മോൻ ഓക്കെ ആയിട്ടിരിക്കുന്നു, നമ്മളെല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു എന്നൊക്കെ. പിന്നെ അപ്പോഴും നിങ്ങൾ വിചാരിക്കണം ആരുമില്ല, ഞാനും ഇക്കായും ആ ഒരു നേഴ്സുമാണ് ആ റൂമിലുള്ളത്. പിന്നെ നമ്മൾ ബാത്റൂമിൽ കൊണ്ടുപോകുന്നു, പാഡൊക്കെ മാറ്റുന്നു. നമ്മൾ വലിയ പാഡാണ് നമ്മൾ വയ്ക്കുന്നത്, കാരണം ബ്ലീഡിങ് ഉണ്ടാവും, കുറേ നാൾ നല്ല ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ബാത്റൂമിൽ പിടിച്ചുകൊണ്ട് പോകുന്നതും നേഴ്സും ഇക്കായും കൂടെയാണ് ബാത്റൂമിൽ കൊണ്ടുപോയി. നേഴ്സ് പിന്നെ മിണ്ടാതെ നിൽക്കും, ഇക്കാരുടെ അടുത്ത് ചെയ്യാൻ പറയും, അത് ഹെൽപ്പ് ചെയ്യും, നമ്മളെ പിടിക്കാൻ വേണ്ടിയിട്ട് നേഴ്സ് നമ്മളെ പിടിച്ച് നിൽക്കും. ഹസ്ബൻഡിനെ കൊണ്ട് തന്നെയാണ് അവർ മാക്സിമം എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പം ഇക്കയാണ് പാഡൊക്കെ മാറ്റി വെച്ച് തന്ന് ക്ലീനാക്കി. അയ്യോ എനിക്ക് ഭയങ്കര വിറയലുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രസവിക്കുന്ന സമയത്ത് ഇത്രയും വിറയലുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ പ്രസവിച്ച് കഴിഞ്ഞിട്ടും ആ വിറയൽ നിന്നിട്ടില്ല. കാലിങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ചെയ്ത് ഷിവറിങ് ഉണ്ടായിരുന്നു. എനിക്കിതൊക്കെ ഒരു പുതിയ അറിവാണ്, ഇങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാം എനിക്ക് ന്യൂ ആണ്, ആരും പറഞ്ഞു തന്നിട്ടുമില്ല. അങ്ങനെ ഷിവറിങ് എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നു ഡോക്ടറിൻ്റെ അടുത്ത്, എന്തിനാണ് ഇങ്ങനെ ഷിവർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവരതിൻ്റെ ബിസിയിലാണ്, അവർ ചെയ്യുന്ന ബിസിയിലാണ്, അതിൻ്റെ ബിസി വേറെ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നതിൻ്റെ ബിസിയിലൊക്കെ അവർ ഇല്ല കുഴപ്പമില്ല, അതൊക്കെ നോർമലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരിരുന്നത്. അങ്ങനെ ഒത്തിരി ബ്ലഡ് പോയതാണ് ഷിവർ ചെയ്യുന്നതെന്നൊക്കെയാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. എനിക്ക് അറിയില്ല, ബ്ലഡ് പോകുന്നത് കൊണ്ടും നോർമൽ പ്രസവത്തിന് അങ്ങനെ ആവും, ഷിവറിങ് ഉണ്ടാവും എന്നൊക്കെയാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. അങ്ങനെ പ്രസവം കഴിഞ്ഞ് മോനെ ഞാനും റൂമിലോട്ട് മാറ്റി. അങ്ങനെ റൂമിൽ നമ്മൾ ഒത്തിരി വെള്ളം കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു കലം വെള്ളം കിട്ടിയാൽ ഞാൻ അപ്പോൾ കുടിച്ച് തീർക്കും എന്നുള്ളൊരു ദാഹം എനിക്കുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് വെള്ളം ദാഹിച്ചു എനിക്ക്. പ്രസവം കഴിഞ്ഞ ഉടനെ ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടായി. ഞാൻ ഇക്കാരുടെ പറഞ്ഞ് പോയി വെള്ളം എടുത്തിട്ട് വാ, എവിടെ നിന്നും വെള്ളം കണ്ടുപിടിച്ചിട്ട് വാ, താഴെ പോയിട്ട് സ്റ്റോർ ചെയ്ത് വെള്ളം മേടിച്ചിട്ട് ആ സ്റ്റോറൊക്കെ അടച്ചിരിക്കുന്നു. പിന്നെ മെഷീനിൽ കോയിനിട്ട് നമ്മൾ വെള്ളം എടുക്കില്ലേ, അങ്ങനെ പോയി അന്വേഷിച്ച് കണ്ടെത്തി വെള്ളം എടുത്തിട്ടൊക്കെ വന്ന്. ഭയങ്കര ദാഹമായിരുന്നു കേട്ടോ, ഒടുക്കത്തെ ദാഹമായിരുന്നു, വിശപ്പും ദാഹവും ഒക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ, അതായത് 1:45 ഞാൻ പ്രസവിച്ചു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴത്തേക്കും ഇക്കായ പറഞ്ഞു വിട്ടു, പിന്നെ ഇനി അവിടെ ആണുങ്ങൾക്ക് നിൽക്കാൻ പാടില്ല, നമ്മുടെ റൂമിലോട്ട് മാറ്റുമ്പോൾ അവിടെ നേഴ്സാണ് ഉണ്ടാവുക. ഇവർ ഫാമിലി വേണമെങ്കിൽ സ്ത്രീകൾക്ക് വരാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ വരാം, പക്ഷേ മെൻ അലൗഡ് അല്ല. നമ്മൾ റൂമല്ലായിരുന്നു, നമ്മുടെ കൂടെ വേറൊരു സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, പ്രൈവറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ വേറെ മെന്ന് നമുക്ക് അലൗഡ് അല്ല. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഇക്ക വീട്ടിൽ വന്ന് പിന്നെ ഇക്കടെ കുറച്ച് റെസ്റ്റ് എടുക്കാനും മോൻ്റെ ഡ്രസ്സ് കൊണ്ടുവരാനും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നു.
പിന്നെ ഞാൻ റൂമിലോട്ട് എന്നെ മാറ്റി, എന്നെ മോനെ മാറ്റി. നഴ്സ് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനും കുഞ്ഞുമായിരുന്നു ഒറ്റയ്ക്ക്. ഞാൻ അപ്പോൾ തന്നെ അവനെ ഫീഡ് ചെയ്യാൻ എണീക്കണം, അവനെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം, അതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. നിങ്ങൾ ആലോചിക്കണം, ആരും ഇല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അപ്പോഴും ആരും വരുന്നില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. എണീറ്റ് കുഞ്ഞിന് ഡയപ്പർ മാറ്റുന്നതും അവന് പാൽ ഫീഡ് ചെയ്യുന്നതും. പിന്നെ രാവിലെ എണീച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ ഇതൊക്കെ ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്യും. എൻ്റെ പാഡും ചേഞ്ച് ചെയ്യണമല്ലോ. പാഡ് ചേഞ്ച് ചെയ്ത് പിന്നെ മേല് കഴുകുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഞാൻ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി കുഞ്ഞിനെ കിടത്തിയിട്ടാണ് പോകുന്നത്. അപ്പം തൊട്ടടുത്ത ബെഡിൽ വേറൊരു ഇറ്റാലിയൻ കാരി സിസേറിയൻ കഴിഞ്ഞ് കിടക്കുന്ന അവരുടെ അമ്മയുണ്ട്, കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ചേഞ്ചൊക്കെ ചെയ്ത് വന്ന് അങ്ങനത്തെ 2-3 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. അതിന് ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ചെയ്ത് വരുന്ന ദിവസമാണ് സത്യം പറഞ്ഞാൽ ഉമ്മച്ചിക്ക് എന്നെ കാണാൻ പറ്റിയത്. അന്നാണ് നമ്മൾ കാണുന്നത് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം. അതുവരെ കട ഏൽപ്പിച്ച് വരാൻ ആരെയും കിട്ടിയതും ഇല്ല. അപ്പോൾ കട നമുക്ക് അങ്ങനെ ഇട്ടിട്ട് വരാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. അപ്പം എല്ലാം കൊണ്ടും ഇമോഷണലായിട്ട് ഉമ്മച്ചി ഒരുപാട് ഇമോഷണലായിട്ട്, ഇക്കായ ഒരുപാട് ഇമോഷണൽ, ഞാനും എൻ്റെ കാര്യം പിന്നെ പറയണ്ട, നമ്മളൊക്കെ ആ ഒരു ഇതിൽ പീക്കിൽ നിൽക്കുകയാണ്. അങ്ങനെ വന്നു, ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് തണുപ്പാണ്, ഭയങ്കര വിൻ്റർ സീസണാണ് ഇവിടെ. ആ സമയത്ത് ഭയങ്കര തണുപ്പായതുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ നമുക്ക് ഈ ബ്രസ്റ്റ് പെയിന്, എനിക്ക് അവിടെ തൊട്ടാണ് എൻ്റെ കാര്യങ്ങൾ അടുത്തത് ചേഞ്ച് ആകുന്നത് കേട്ടോ. അതായത് ബ്രസ്റ്റൊക്കെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടായിരുന്നു. അതായത് ഫീഡ് ചെയ്യുന്ന സമയമാകാൻ പോവുകയാണ്. ഇനി ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ ബ്രസ്റ്റ് പെയിൻ കൂടും, നമുക്ക് അവിടെ കട്ടിയാകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പുതിയ ഒരു അറിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉമ്മ വെറും 4 ദിവസമാണ് ഉമ്മച്ചിക്ക് കൂടെ നിൽക്കാൻ പറ്റിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയ ആൾ 4 ദിവസമാണ് ഞാൻ കൂടെ നിന്നത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഇക്കായും മോനും മാത്രമുള്ളൊരു സമയമായിരുന്നു. പ്രസവ ശുശ്രൂഷയൊന്നും നടത്തില്ല. സാധാ പോലെ രാവിലെ എണീറ്റ് ഞാൻ തന്നെ മേല് കഴുകും തനിയെ, ചെറിയ ചൂടുവെള്ളത്തിൽ. ഇക്ക കഴുകി തരാമെന്ന് പറഞ്ഞ് ഞാൻ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞാൻ തനിയെ ചെറിയ ചൂടുവെള്ളത്തിൽ, ഇവിടെ തണുപ്പായതുകൊണ്ട് നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറ്റും. അങ്ങനെ ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ തന്നെ കുളിച്ച് വന്ന് പിന്നെ മോനെ കുളിപ്പിക്കുന്നതൊക്കെ ഇക്കായിരുന്നു. പ്രസവിച്ച അന്ന് മുതൽ കുഞ്ഞിനെ ഇക്ക തന്നെയാണ് ആ ന്യൂ ബോൺ സ്റ്റേജ് മൊത്തം കുളിപ്പിച്ചതും. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കാറുണ്ട്. എങ്കിലും ഇപ്പം എനിക്ക് പറ്റും കുളിപ്പിക്കാൻ, മോൻ എണീറ്റ് നടക്കുന്ന സമയമായല്ലോ. പക്ഷെ ആ ചെറിയ കുഞ്ഞെന്ന് പറയുന്നത് ആ സമയത്ത് എക്സ്പീരിയൻസ് ഇക്കാക്ക് ഒട്ടും അറിയത്തില്ല. വേറെ കുഞ്ഞുങ്ങളെയൊന്നും കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാനും കുളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ആ ന്യൂ ബോൺ സമയത്തുള്ള ഫേസിൽ ഞാൻ അങ്ങനെ ആരും കുഞ്ഞുങ്ങളെയൊന്നും കുളിപ്പിച്ചിട്ടില്ല നമ്മൾ. പക്ഷെ അതിങ്ങനെ താനേ വറുത്ത് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ താനേ വന്നൊരു സംഭവമാണ്. കുഞ്ഞിനെ അടുത്തൊക്കെ കുളിപ്പിക്കും നമ്മൾ. അങ്ങനെ തണുപ്പായാലും നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ കുഞ്ഞിനെ ഒക്കെയാണ് കുളിപ്പിച്ചിരുന്നത്, നമ്മൾ നോക്കിയിരുന്നത്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകും, രാത്രി വരെ ഞാൻ ഒറ്റയ്ക്കാണ്. അങ്ങനത്തെ ഒരു സമയമായി. അപ്പോഴാണ് ഈ രാത്രി സമയം, ഈ വിൻ്റർ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിലേ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകും. വിൻ്റർ സീസണിൽ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും ആ ഒരു സ്റ്റേജ് ഭയങ്കരമായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സ്റ്റേജാണെന്ന്. ഞാനിതിനി 2ാം പാർട്ടിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇത് ഒത്തിരി ഇതായിപ്പോയി. സോ 2nd പാർട്ടിൽ ഞാൻ ബാക്കി പോസ്റ്റ്മോർട്ടം ഞാൻ ഇടാം.